ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഏരിയസ് റിലേറ്റഡ് ടു സർക്കിൾസ് പറഞ്ഞ ചാപ്റ്റർ ആണ് നോക്കുന്നത്. അതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സെക്ടർ എന്താന്ന് നോക്കാം. സെക്ടർ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സർക്കിൾ എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഒരു റേഡിയേ, അതേപോലെ ഇവിടെ ഒരു റേഡിയേ വരച്ചു. അപ്പൊ നമുക്ക് എന്തറിയാം, ഇത് ആർക്കാന്നറിയാം. എ പി ബി ആണെങ്കിൽ എ പി ബി ഈസ് ആർക്ക് എന്ന് പറയാം. എ പി ബി എന്ന് പറയുന്നത് ആർക്കാന്ന് നമുക്കറിയാം. ഏതെങ്കിലും ആർക്കല്ല, മൈനർ ആർക്ക്. സെക്ടർ എന്താ? സെക്ടർ ഈസ് ദാറ്റ് portion of the circle enclosed between two radii and the corresponding arc. അതായത് എന്താ പറയുന്നത്, രണ്ട് റേഡിയയും ആർക്കിന്റെ ഇടയിൽ ഉണ്ടാക്കുന്ന പോർഷനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ടൈപ്പ് സെക്ടർ ഉണ്ട്? മൈനർ സെക്ടറും ഉണ്ട്, മേജർ സെക്ടറും ഉണ്ട്. ഇത് നമ്മളുടെ മേജർ സെക്ടർ, ഇത് നമ്മളുടെ മൈനർ സെക്ടർ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സെഗ്മെന്റ് ആണ് പഠിക്കാനുള്ളത്. സെഗ്മെന്റ് സെഗ്മെന്റ് പറഞ്ഞാൽ ആദ്യം നമുക്ക് സർക്കിൾ വരച്ചു നോക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു കോഡ് വരച്ചു. കോഡ് എന്താ? എ ബി എന്ന് പറഞ്ഞതാണ് കോഡ് എന്ന് വിചാരിച്ചോളൂ. അപ്പൊ നമുക്ക് സെഗ്മെന്റ് എന്താ? ഇതാണ് നമ്മളുടെ മൈനർ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ സെഗ്മെന്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ സർക്കിൾ between the chord and the corresponding arc. ഈ ആർക്ക് എ പി ബി എന്ന് പറഞ്ഞ ആർക്കിന്റെയും എ ബി എന്ന് പറഞ്ഞ കോഡിന്റെ ഇടയിലുള്ള ഏരിയനെയാണ് നമ്മൾ സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഏതൊക്കെ ടൈപ്പ് സെഗ്മെന്റ് ഉണ്ട്? മൈനർ സെഗ്മെന്റും ഉണ്ട്, മേജർ സെഗ്മെന്റും ഉണ്ട്. ഇത് നമ്മളുടെ മൈനർ സെഗ്മെന്റ്, ഇത് നമ്മളുടെ മേജർ സെഗ്മെന്റ്. അടുത്തായിട്ട് നമുക്ക് ഏരിയ ഓഫ് സെക്ടർ നോക്കാം. ഏരിയ ഓഫ് സെക്ടർ നമുക്ക് എന്താ അറിയാം? ഏരിയ ഓഫ് സർക്കിൾ എന്താണെന്ന് അറിയാം, പൈ ആർ സ്ക്വയർ ആണെന്ന് അറിയാം. ബൈ യൂണിറ്ററി മെത്തേഡ് നമുക്ക് എന്ത് പറയാൻ പറ്റും? By unitary method, when the degree measure of the angle at the center എത്രയാണ്? is 1. സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ ഡിഗ്രി മെഷർ 1 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് സെക്ടർ എന്തായിരിക്കും? ഈക്വൽ ടു 1/360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. അതായത് പൈ ആർ സ്ക്വയർ ബൈ 360 എന്ന് നമുക്ക് പറയാം. അപ്പൊ നമുക്ക് തീറ്റയാണ് സെന്ററിൽ ഉണ്ടാക്കുന്നതെങ്കിലോ, ഏരിയ ഓഫ് സെക്ടർ വിത്ത് ആംഗിൾ തീറ്റ എത്രയായിരിക്കും? തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ ആണ് നമ്മുടെ സർക്കിളിന്റെ ഏരിയ. അപ്പൊ തീറ്റ ബൈ 360 ഇൻറ്റു പൈ ആർ സ്ക്വയർ ആയിരിക്കും നമ്മുടെ സെക്ടറിന്റെ ഏരിയ എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് എന്താ പറയാം? ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് എ സെക്ടർ ഓഫ് ആംഗിൾ തീറ്റ എന്തായിരിക്കും? തീറ്റ ബൈ 360 ഇൻറ്റു 2πr. 2πr ആണ് നമ്മുടെ സർക്കിളിന്റെ സർക്കംഫറൻസ്. തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്ടറിന്റെ ആംഗിൾ എന്ന് പറയുന്നത്.
ടോട്ടൽ ആംഗിൾ എത്രയാ 360. ടോട്ടൽ സർക്കംഫറൻസ് എന്ന് പറയുന്നത് 2πr. അപ്പൊ 2πr/360 ഇൻറ്റു ആംഗിൾ തീറ്റ അതായിരിക്കും നമ്മളുടെ ഈ APB എന്ന് പറഞ്ഞ ആർക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്ക് എന്താ പഠിക്കാനുള്ളത്? ഏരിയ ഓഫ് സെഗ്മെന്റ്. ഏരിയ ഓഫ് സെഗ്മെന്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ഇത് കണക്ട് ചെയ്യാം. നല്ല കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെഗ്മെന്റ് ഇട്ടുള്ളൂ. APB എന്ന് പറഞ്ഞ സെഗ്മെന്റിന്റെ ഏരിയ ആണ് നമുക്ക് കാണാൻ പറഞ്ഞത് വിചാരിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ. ഏതാ? ഇത് O ആണെങ്കിൽ AOB എന്ന് പറഞ്ഞ സെക്ടർ മൈനസ് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. ഏരിയ ഓഫ് സെക്ടർ AOB മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് സെഗ്മെന്റ് APB എന്ന് കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ സെക്ടർ ഓഫ് എ സർക്കിൾ വിത്ത് റേഡിയസ് 4 cm and of angle 30 degree. Also find the area of the corresponding major sector. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഏരിയ ഓഫ് സെക്ടർ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കൂടെ നമ്മളോട് ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കറസ്പോണ്ടിങ് മേജർ സെക്ടർ. മൈനർ സെക്ടറിന്റെ ഏരിയ കാണണം, മേജർ സെക്ടറിന്റെ ഏരിയ കാണണം. അപ്പൊ ആദ്യം നമുക്ക് മൈനർ സെക്ടറിന്റെ ഏരിയ കാണാം. ഏരിയ ഓഫ് സെക്ടർ ഈക്വൽ ടു എന്താണ്? θ/360 ഇൻറ്റു πr² ആണ് നമുക്കറിയാം. അപ്പം നമ്മൾ ചിത്രം വരച്ചു വെക്കണം എന്തായാലും. ഇവിടെ എന്താ 30 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് വെച്ചിട്ട് 30 ഡിഗ്രി എന്ന് പറയാം. തീറ്റ എത്രയാ? 30 ഡിഗ്രി ആണ്. ബൈ 360 ഇൻറ്റു 3.14. 3.14 എടുക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂസ് 3.14. അപ്പം 3.14 തന്നെ ആയിട്ട് എടുക്കണം. R എന്താ? റേഡിയസ് 4 cm എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പം 4 ഇൻറ്റു 4 എന്ന് എടുക്കാം. R² ആണ്. അപ്പൊ 360യും 4ഉം എത്രയാ? 90 വരും. 90യും 30യും പോയാൽ നമുക്ക് എന്ത് കിട്ടും? അടിയിൽ 3 കിട്ടും. 4 ഇൻറ്റു 3.14/3 എത്രയാണ്? 12.56/3 ആണ് നമ്മുടെ ഉത്തരം. അത് എത്രയാണ്? 4.19 cm². അപ്പൊ ഏരിയ ഓഫ് സെക്ടർ കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടില്ല ഏരിയ ഓഫ് കറസ്പോണ്ടിങ് മേജർ സെക്ടർ. ഏരിയ ഓഫ് മേജർ സെക്ടർ എന്തായിരിക്കും? ഏരിയ ഓഫ് മേജർ സെക്ടർ ഈക്വൽ ടു πr². πr² എന്താ? നമ്മുടെ സർക്കിളിന്റെ ഏരിയ. സർക്കിളിന്റെ ഏരിയ മൈനസ് ഏരിയ ഓഫ് മൈനർ സെക്ടർ ഈക്വൽ ടു എന്താണ്? പൈ എന്ന് പറഞ്ഞാൽ 3.14 ഇൻറ്റു 4 ഇൻറ്റു 4. πr² പറഞ്ഞാൽ 3.14 ഇൻറ്റു 4 ഇൻറ്റു 4 ആണ്. മൈനസ് ഏരിയ ഓഫ് മൈനസ് സെക്ടർ. ഏരിയ ഓഫ് മൈനസ് സെക്ടർ നമുക്ക് എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? 4.19 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് ചെയ്ത് നോക്കിയാൽ 46.05 cm² നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the area of the segment AYB shown in figure if the radius of the circle is 21 cm and angle AOB equal to 120 degree. Use pi equal to 22/7. ഇവിടെ പൈ എന്ന് പറയുന്നത് 22/7 ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഫിഗറിലേക്ക് പോവാം. ഇതാണ് നമ്മളുടെ ഫിഗർ വന്നിരിക്കുന്നത്. ABO ഇതാണ് നമ്മുടെ ഫിഗർ. ഇതിൽ നമ്മളെന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? സെഗ്മെന്റ് AYB എന്ന് പറയുന്നത് ഇവിടെയാണ് y. ആ സെഗ്മെന്റിന്റെ ഏരിയ ആണ് കാണാൻ പറഞ്ഞത്, ഈ ഏരിയ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് സെഗ്മെന്റ് AYB ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ AOB minus area of triangle AOB. അങ്ങനെ പറയാം. ഏരിയ ഓഫ് സെക്ടർ AOB മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ചെയ്താൽ നമുക്ക് ഏരിയ ഓഫ് സെഗ്മെന്റ് AYB എന്ന് നമുക്ക് കിട്ടുന്ന നമുക്ക് പറയാം. അങ്ങനെയാണ് നമുക്ക് ആദ്യം ഏരിയ ഓഫ് സെക്ടർ AOB നോക്കാം. ഏരിയ ഓഫ് സെക്ടർ AOB എന്താണ്?
AOB പറഞ്ഞാൽ അവിടെ എത്രയാ 120 ഡിഗ്രിയാണ് ഈക്വൽ ടു θ/360 ഇൻറ്റു πr². ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആദ്യം θ/360 ഇൻറ്റു πr² എന്ന് പറഞ്ഞാൽ 120/360 ഇൻറ്റു 22/7 ഇൻറ്റു r എത്രയാണ് 21 ഇൻറ്റു 21 ഇൻറ്റു 21. 120/360 എന്ന് പറഞ്ഞാൽ 1/3 ആണ് നമ്മളുടെ അത് വരിക. 21ഉം 3ഉം പോയാൽ 7 അവിടെ വരും. 7ഉം 7 ക്യാൻസൽ ആയിപ്പോയി. 22 ഇൻറ്റു 21 എത്രയാ 462 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ആണ്. അതിന് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അവിടെ എന്താ M ആയിട്ട് എടുക്കാം. M ആയിട്ട് എടുത്തു. അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ AOM ആൻഡ് ട്രയാങ്കിൾ BOM. അതിലെന്തൊക്കെ നമുക്കറിയാം? OA ഈക്വൽ ടു OB ആണെന്ന് അറിയാം. കാരണം എന്താ റേഡിയായി. പിന്നെയോ OM ഈക്വൽ ടു OM. കാരണം എന്താ കോമൺ സൈഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് ട്രയാങ്കിൾ AOM congruent to triangle BOM എന്ന് പറയാം. AOM-ഉം BOM-ഉം കോൺഗ്രുവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ AOM ഈക്വൽ ടു ആംഗിൾ BOM ഈക്വൽ ടു 120/2 എത്രയാ 60 ഡിഗ്രി. അപ്പം ഇതും 60 ആയി, ഇതും 60 ഡിഗ്രി. cos 60 എടുക്കാം. cos 60 എടുത്താൽ നമുക്ക് എന്താ അറിയാം? cos 60 ഈക്വൽ ടു 1/2 ആണെന്ന് നമുക്കറിയാം. ഇവിടെ cos 60 എന്താ? cos 60 എന്ന് പറഞ്ഞാൽ OM/OA. അപ്പോൾ OM എന്തായിരിക്കും? OM ഈക്വൽ ടു OA/2. OA എന്ന് പറഞ്ഞാൽ 21/2 സെന്റിമീറ്റർ. നമുക്ക് എന്തറിയാം? AB ഈക്വൽ ടു 2 ഇൻറ്റു AM എന്ന് അറിയാം. AB ഈക്വൽ 2 ഇൻറ്റു AM ആണ്. അതായത് ഇത് ബൈസെക്ട് ചെയ്യുന്നത് നമുക്ക് നേരത്തെ പഠിച്ചിട്ടുണ്ട്. sin 60 എത്രയായിരിക്കും? sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്. ഇവിടെ എന്താണ്? AM/OA implies AM എന്തായിരിക്കും? AM എന്ന് പറഞ്ഞാൽ 21 ഇൻറ്റു √3/2. അപ്പൊ AM കിട്ടി. AM കിട്ടി. AB എന്തായിരിക്കും? AB ഈക്വൽ ടു 2 ഇൻറ്റു AM ഈക്വൽ ടു എന്താ 21√3 സെന്റിമീറ്റർ. AB കിട്ടി. അപ്പൊ നമുക്ക് AB എന്ന് പറയുന്നത് ബേസ് ആണ്, OM എന്ന് പറയുന്നത് അതിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ എന്താണ്? ഹാഫ് ഇൻറ്റു 21/2 ഇൻറ്റു 21√3 ഈക്വൽ ടു 441√3/4. നമ്മളോട് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്? ഏരിയ ഓഫ് സെഗ്മെന്റ് ആ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് സെഗ്മെന്റ് ഈക്വൽ ടു 462 മൈനസ് 441√3/4. 462 നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. എങ്ങനെയാ? 21 ഇൻറ്റു 22 എന്ന് എഴുതാം. മൈനസ് 21 ഇൻറ്റു 21√3/4. 21 കോമൺ ആയിട്ട് എടുക്കാം. 21 ഇൻറ്റു 22 മൈനസ് 21√3/4